മോനൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് സൈക്കിൾ മേടിക്കാൻ പോവാം. എത്ര മാങ്ങ കിട്ടിയാലും തിന്നും. ഇഷ്ടംപോലെ പൂവുണ്ടോ? ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വെറൈറ്റിയാണ്. ഇവിടെ നന്നായിട്ടുണ്ടായി, നല്ല പോലെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ടോർച്ച് ജിഞ്ചർ ഒരു ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ്. ഇത് നല്ലതാ, നല്ല എനിക്ക് ഈ മഴയില്ലെങ്കിൽ സുഖമില്ല. ഇത് കണ്ട വേരാണ്. ഇതിന് ചുറ്റും കവറിങ് കൊടുത്തേക്കാം. ഇത് ചുറ്റും വേരുകളുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ഈ ഷീറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ ബുദ്ധന് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് മാറും. ബുദ്ധനെ കാണാനുണ്ട് എൻ്റെ ഉള്ളിൽ. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു റോക്കുണ്ട്. ആ റോക്ക് മുഖോടെ പാറ പിടിച്ച് ഈ വേര് പിടിച്ച് വരുന്നതാണ്. അത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോക്ക് മുകളിലും അതിൻ്റെ താഴെ ചട്ടിയായിട്ട് വരും. ഇത് ചട്ടി വെച്ച് മൂടി വെച്ചേക്കാണ് ഈ വേര് സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്, ഈ കല്ലുമ്മ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ നാട്ടുമ്പുറത്ത് കിട്ടുന്നൊരു കല്ലിനെ എടുത്ത് അതിനെ കാർവ് ചെയ്തിട്ട് ഒരു കൊച്ചൈഡെല്ലാം വെച്ചതാണ്. കുന്നും ചെരുവല്ല, ഒരു പാറപ്പുറത്തുള്ള ഒരു അമ്പലം. അതാണ് ഇപ്പം ഇതിനുള്ള ഐഡിയൽ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം പൂവ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്രോപ്പ് ചെയ്തിട്ടില്ല, ക്രോപ്പ് ചെയ്യണം.
ഇതാ ചെയ്തോണ്ടിരിക്കണേ. അതല്ല ഞാൻ ചെയ്തു വെച്ചിട്ടില്ല, ഞാൻ ചട്ടിയിലേക്ക് മാറ്റാൻ പോവാ, ഒരു പോട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു മല എന്നുള്ള കോൺസെപ്റ്റ്, ഒരു മലയുടെ ഉള്ളിൽ കൂടെ ഒരു ഡോറുണ്ടായിരുന്നു, അതിലൂടെ മറ്റൊരു ലോകം കാണുന്നു എന്നുള്ള ഒരു തീമാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ ചെയ്തു വെച്ചതാണ്. അതിനൊരു പോട്ട് സെലക്ട് ചെയ്യാൻ റോക്ക് കിട്ടാതിരുന്നതാണ്. ഇപ്പോൾ അത് റോക്ക് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഹോളൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ റോക്ക് സെറ്റ് ചെയ്തു. ഇനി അതിലേക്ക് ഇതിനെ കണക്ട് ചെയ്ത് വെക്കുന്നൊരു പണിയുടെ ഒരു സ്റ്റാർട്ടിങ്ങാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഇതിപ്പോൾ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു വാട്ടർ ലെവലനുസരിച്ച് അത് ശരിക്കും ബാലൻസൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നമുക്കിതിൽ ഫിക്സ് ചെയ്യണം. അതിനിപ്പോൾ ഒരു ഡ്രില്ല് വർക്ക് ആവശ്യമാണ്. ഇത് ശരിക്കും ഇതിൻ്റെ അപ്പുറത്ത് ബീവറേജ് ആണെങ്കിലും ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും കാണാൻ പറ്റില്ല, അവർക്കും കാണാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ചെറിയ ചെറിയ കിളിവാതിലുകൾ ഉണ്ടാക്കിയ കാരണം അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് വിസിബിൾ ആയിരിക്കും. നല്ല പ്രൈവസിയാണ്. ഉച്ച സമയത്ത് ഇരുന്നാലും ചെറിയൊരു കാറ്റ് മതി നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഇത്ര അധികം ലീഫുള്ള കാരണേ നമുക്ക് നല്ല കാറ്റ്, ഭയങ്കര രസമാണ്. മോർണിംഗ് ഒരു 6 മണി സമയത്ത് വന്ന കിളികളുടെ ഒരു ഏരിയയാണ്. നമ്മളെ കുറേ ഓടിപ്പിടിക്കാനും ഇതൊക്കെ നോക്കിയിട്ടും നമ്മളുടേതായിട്ടുള്ള കഴിവ് കുറവുകൊണ്ട് എന്തോരിക്കും നമുക്ക് എത്താൻ പറ്റാണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതെ പുറത്ത് പോയിട്ട് അവിടെ നിന്ന് വിജയിക്കും എന്ന് പറഞ്ഞിട്ട് നിന്നല്ലൊന്നും അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നണേ. എനിക്ക് ഇപ്പം കിട്ടിയാലും എനിക്ക് എൻ്റെ വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ ഇഷ്ടം ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ സത്യം പറഞ്ഞ ഹാപ്പി ഞാനാണ്. ഇന്ന് മോനൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സൈക്കിൾ മേടിക്കാൻ പോവാം. പിന്നെ
എൻ്റെ കുറേ ഇഷ്ടങ്ങൾ എനിക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയ സ്പേസ് കിട്ടി ഞാൻ എടുത്ത് ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങളെ കാണാതെ പോണതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് എക്സ്ട്രാ ടൈം അതിന് കൊടുത്തിട്ട് ബാക്കിയുള്ള ടൈം നമ്മൾ പാഷന് വേണ്ടി മാറ്റി വെക്കുന്നതായിരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ എത്തുന്നത്. അതായത് ഞാൻ എത്തുന്നതിൻ്റെ മെയിൻ റീസൺ എൻ്റെ ആഗ്രഹമാണ്. എനിക്കിങ്ങനെ കുറേ സ്വപ്നങ്ങൾ നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ അവിടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു റീല് കാണുന്നു, അപ്പോൾ ആ സ്ഥലത്ത് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗം എന്ത് പീസ്ഫുള്ളാണ്. നമ്മൾ ഈ പീസ്ഫുള്ളായിട്ടുള്ള ആ ഒരു സ്ഥലത്തെ ഇഷ്ടപ്പെടുന്ന ഞാൻ ആ പീസ്ഫുള്ളെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഞാൻ ചെയ്യുന്നത്. ആ ഒരു ശ്രമമാണ് സത്യം പറഞ്ഞ് ഇതിനുള്ളിൽ നടക്കുന്നത്. വരയ്ക്കാനോ അങ്ങനെ ഒരു പടം വരയ്ക്കാനോ ഒന്നും അറിയില്ല. കാക്ക കോറിയ പോലെ എന്ന് പറയുന്ന രീതിയിലാണ് എഴുതുക. അപ്പോൾ പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്നാ വരയ്ക്കാൻ പറ്റണില്ല. ചിലർ പറയും ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണ് ഞാൻ, ഇപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതിച്ചു ചെറുപ്പത്തിലെ. അന്ന് അങ്ങനെ പല രീതിയിൽ പറയാലോ. അപ്പോൾ അങ്ങനെ എഴുതിച്ചു. അപ്പോൾ നമുക്ക് ബ്രെയിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറൻസ് കാരണം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. എന്നാൽ പറ്റണില്ല എന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കണില്ല, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിൽ എനിക്ക് എഴുതുന്നതൊക്കെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണ് താല്പര്യം. ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യണേ. കുറച്ച് താത്തി പിടിച്ചേ. അതന്നെ സെൻസി, കം ഓൺ, യു ക്യാൻ, യു നോ ലിഫ്റ്റ്. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷനും ഫിറ്റ്നസിൻ്റെ രീതിയിലും അതും സർവീസ് ഇൻഡസ്ട്രിയാണ്. സോ സർവീസ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. മോർണിംഗും ഉണ്ട്, ഈവനിങ്ങും ഉണ്ട്. ഇടയിലുള്ള ടൈമാണ് ഞാൻ ഇതിനു വേണ്ടി ടൈം കണ്ടെത്തുന്നത്. അവിടെ ഫുൾ പാരൻസിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പച്ചൻ തന്നിട്ടുള്ള ഒരു ഇത് ചട്ടിയിൽ വെച്ച് വളർത്തിയാലോ എന്നുള്ളൊരു തോട്ട് എനിക്ക് തന്നപ്പോൾ ഞാനും ആ ഒരു സംഭവത്തിലുള്ള എനിക്കും ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഞാൻ അപ്പച്ചനും മാറി നിന്ന് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുക. ചെറുപ്പത്തിലെ ആളാണ് ശരിക്കും ഉദ്യാനപാലകൻ. അപ്പച്ചനുണ്ടായിരുന്ന കാലം ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നെ ഇപ്പം ഈ ഇരിക്കുന്നതൊക്കെ ഒരു വീടായിരുന്നു. ഈ വീടിനൊക്കെ നമ്മൾ പല കാലങ്ങളിൽ അപ്പച്ചൻ്റെ സ്വപ്നം എന്ന് പറയുന്ന ആൾക്ക് ഒരേ ആകാശം ഒരേ ഭൂമി എന്നുള്ള കാഴ്ചപ്പാടാണ്. ആളുടെ നാട് സ്വർഗ്ഗമാക്കണം, അല്ല വീട് സ്വർഗ്ഗമാക്കണം എന്നുള്ള ചിന്തയിൽ ആൾക്ക് വരുന്ന സമയത്ത് ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്ന സമയത്ത് ഒരു ലാൻഡ് വാങ്ങും. അങ്ങനെ ഒരു 3 വീട് പലപ്പോഴായിട്ട് പല സമയങ്ങളിൽ വാങ്ങിയാണ് ഈ ഒരു ഏരിയ നമ്മുടെ കയ്യിലായത്. അതിന് അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നൊരു ഇതല്ല, നമുക്ക് നമ്മുടെ ഒരു മോഹവലിയാണ്. അവിടെ നമ്മൾ ആ ഗാർഡനോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ അങ്ങനെ മേടിച്ച് പോവാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇതൊരു 10 സെൻറ്റ് സ്ഥലമായിരുന്നു. ഓൾറെഡി ഗാർഡൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഗാർഡനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ വഴി കൂടെ നടക്കുന്നു. ആൾക്ക് ടോട്ടൽ ഗ്രീനിനെ ഇഷ്ടമാണ്, ഫ്ലവർ ഇഷ്ടമാണ്. ആ ഒരു അതിന് വേണ്ടിയിട്ട് ഇഷ്ടം എല്ലാവർക്കും ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇഷ്ടമാണ്. സോ അതാണ് ഞാൻ ഉദ്യാന പാലകൻ എന്ന് പറഞ്ഞു. ആ ഒരു രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു. അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും റെഡിയാണ്. ഇപ്പോൾ ഒരു ലാൻഡ് വാങ്ങാൻ ചെറിയ കാര്യമല്ലല്ലോ, അത് കുറച്ച് പ്ലാന്റ് വെച്ച് ആളതിനെ മാറ്റുക എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഇൻവെസ്റ്റർ ശരിക്കും ആളാണ്.
മാങ്ങ, മാങ്ങച്ചോണ. പച്ചമാങ്ങയാണ് അവൻ്റെ ഫേവറേറ്റ്. പുളിയം മാങ്ങ. എത്ര മാങ്ങ കിട്ടിയാലും തിന്നും. എപ്പോൾ കിട്ടിയാലും രാത്രി 12 മണിക്കൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു വെച്ചിട്ട് ഗ്രാൻഡ്മ കാണണ്ട, അച്ഛൻ ആ മാങ്ങ ചെത്തിത്താന്ന് പറയും. പച്ചമാങ്ങയാണ്, പഴുത്തത് ഇഷ്ടമല്ല. എൻ്റെ ബ്രദർ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. ഞങ്ങൾ ശരിക്കും 3 പേരായിരുന്നു. ബ്രദർ അന്ന് മാരീഡ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞൊരു വർഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങൾക്ക് 2 ജ്വല്ലറി ഉണ്ട്. ഞങ്ങൾക്ക് ആകെ കൂടി ഞായറാഴ്ചകൾ മാത്രമാണ് ടോപ്പ് അടയ്ക്കുക എന്ന് പറയുന്ന സംഭവം കിട്ടുക. ആ ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ ഗോൾഡുമായി കുറച്ച് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒഴിവുകളില്ല. ഈ 2 ഷോപ്പും നമുക്ക് അടച്ചിടാനൊന്നും പറ്റില്ല. ഒരെണ്ണം ഞാനും നോക്കും, ഒരെണ്ണം ചേട്ടനും നോക്കും. ഈ നാട്ടിൽ ഇത് ഞാൻ പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെയല്ലേ ജീവിക്കണമെന്ന് അപ്പുറത്താളും പറയാം. സോ എല്ലാവരും ഇതേപോലെ ജീവിച്ച് ഇതിലും ബുദ്ധിമുട്ടി ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. കഷ്ടപ്പാട് കുറേ പറയാനുണ്ടാവും. എല്ലാവരുടെ ഉള്ളിലും കുറേ കഥകളുണ്ടാവും. എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെ തന്നെയാണ് ഇവരുണ്ടാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നേടി വരുന്നത്. ഇത്ര ടൈം കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, കൂലിപ്പണി ഒക്കെ ഇത്ര മണിക്കൂർ എന്ന്. ഇത്ര മണിക്കൂറില്ല. രാത്രിയും പകലും കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ ആ ഒരു ട്രാക്കിലേക്ക് എത്തുന്നത്. സോ ഞങ്ങളുടെ ആ ഒരു ചെറുപ്രായത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പുറത്ത് പോകാനും കറങ്ങാനും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഹർത്താലിൻ്റെ ടൈമിൽ ഞങ്ങൾ തീരുമാനിക്കേണ്ടത്, ഹർത്താൽ വന്നപ്പോൾ ദിവസം കിട്ടിയതാണ്. വൈകുന്നേരം പോയാൽ കേരളത്തിൽ പ്രോബ്ലം ഇല്ല, നേരെ അവിടെ പോവാം. അവിടെ പോയി പിറ്റേ ദിവസം വൈകുന്നേരം തിരിച്ചു വന്നാൽ പിറ്റേ ദിവസം കാലത്ത് ഷോപ്പ് തുറക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ പോയി ഞങ്ങളവിടെ ഒന്ന് കണ്ടു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിന് വേണ്ടി ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. ഏട്ടൻ ബ്രദർ വരുന്ന സമയത്താണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അവൻ്റെ ആ ഒരു യോഗത്തിന് ശേഷം അവന് കുറച്ച് സിനിമകളോടൊക്കെ ഇഷ്ടമുണ്ട്. അപ്പച്ചനും ഇഷ്ടമുണ്ട്. അപ്പച്ചൻ ഈ നാടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. സിനിമാ മോഹം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഓർമ്മയ്ക്ക് ഒരു സിനിമ പിടിക്കാന്ന് പറഞ്ഞത് ശരിക്കും സത്യം പറഞ്ഞാൽ ആ ആഗ്രഹം അപ്പച്ചൻ്റെ തന്നെയാണ്. അപ്പച്ചൻ അങ്ങനെ ഒരു മൂവി ചെയ്യണം എന്ന് വിചാരിച്ചു. കമൽ സാറിൻ്റെ കൂടെ ഒരു മൂവി ചെയ്ത് പ്രണയമീനുകളുടെ കടൽ എന്ന് പറഞ്ഞിട്ട്. അത് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിജയമോ കാര്യങ്ങളൊന്നും അങ്ങനെ വന്നില്ല. ഇപ്പം എൻ്റെ തൃപ്തി ഒന്ന്, ആളുടെ തൃപ്തി ഒന്ന്, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫണ്ട് പോയി ഓക്കെ പോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് വേണ്ടി ഒരു വീട് പണിയാൻ എടുത്ത് വെച്ച ഫണ്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ, അതായത് അത് ആളുടെ കഴിവാണെന്നാണ് പറയുന്നത്. അതായത് ആൾ പോസിറ്റീവായിട്ടാണ് ചിന്തിച്ച്. അവനുണ്ടായിരുന്നെങ്കിൽ അവനൊരു വീട് പണിത് കൊടുക്കാനുള്ളൊരു ക്യാഷ് അതിൻ്റെ ഉള്ളിൽ പോയി എന്ന് ചിന്തിച്ചാൽ മതി എന്ന് ആ ചിന്തനെ മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഇന്നത് വന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിലും വലുത് വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു പോയിന്റ് ഇട്ടിട്ട് നമ്മൾ ഈ ഇപ്പോൾ വന്ന സാഹചര്യത്തെ അങ്ങോട്ട് പോസിറ്റീവിലേക്ക് മാറ്റാനാണ് ശ്രമം ഉണ്ടായത്. അത് അപ്പച്ചൻ്റെ ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു പ്രൊഫഷനായി. കാരണം എനിക്ക് അത്യാവശ്യം ലാൻഡ്സ്കേപ്പിംഗ് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അക്വേറിയം ഒരു പുതിയ കോൺസെപ്റ്റ്, അതായത് അക്വാസ്കേപ്പിങ്ങിൻ്റെ ലൈവ് നാച്ചുറൽ പ്ലാന്റുകളൊക്കെ വെച്ച് അതിൽ നാച്ചുറലി ആ ഒരു പ്ലാന്റുകൾക്കൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫിഷസിനെ ഇട്ട് ഒരു നോർമൽ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം വെള്ളത്തിൽ. എന്നിട്ട് അതിൽ വളർത്തി വലുതാക്കി പ്ലാന്റുകളെ വളർത്തി അതിനൊരു ആർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. കാറ്റടിക്കുന്ന സ്ഥലമാണെങ്കിൽ ആ കാറ്റിൻ്റെ വേഗത കൊണ്ട് മരം വേണമെങ്കിൽ കുറച്ച് മറിഞ്ഞ് വീഴാൻ പോവാം. പാതിരപ്പള്ളി വാട്ടർഫോളിൻ്റെയൊക്കെ സൈഡിൽ ചരിഞ്ഞ് നിൽക്കുന്ന കാരണം ആ വെള്ളത്തിൻ്റെ ഫോഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ വേരുകൾ അതിജീവിച്ച് നിൽക്കുന്നുണ്ടാവുകയാണ്. അതായത് ചെറുത്ത് നിൽപ്പിൽ പിടിച്ച് നിൽക്കുക, സർവൈവ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റുകൾക്ക് വേറൊരു ഷേപ്പ്. സോ ഇതൊക്കെ നമ്മൾ കാണണം. ഞാൻ സീരിയസ്ലി വണ്ടിയിൽ പുറത്ത് പോകുന്ന സമയത്ത് എല്ലാവരും കാറിൻ്റെ നമ്പർ, ഇപ്പോൾ എൻ്റെ വണ്ടി തന്നെ മുന്നിൽ കൂടെ പോകണമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷേ അപ്പുറത്തെ വീട്ടിലൊരു ചെടി ഉണ്ടെന്നോ ആ മതിലിന്മേൽ ഒരു പ്ലാന്റ് വന്ന് കയറി നിൽക്കണ്ടല്ലോ എന്നോ അതൊക്കെ ഭയങ്കര ഒബ്സർവേഷനാണ്. ചില പ്ലാന്റുകളെ കാണുമ്പോൾ അതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് എൻ്റെ ഉള്ളിലേക്ക് വന്ന ആ ഇഷ്ടം കൊണ്ടാണ്. എൻ്റെ ഒരു പ്രയോറിറ്റിയിൽ കിടക്കുന്നത് പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമുക്ക്
ഒരു അതിയായ ഇപ്പോൾ ഇവിടുന്ന് വരുന്നു, അതായത് ചിന്ത വരുന്നു, നമ്മുടെ ആഗ്രഹം വരുന്നു, നമ്മളത് ചെയ്യുന്നു, നമ്മുടെ ഹാർഡ് വർക്കിൽ ചെയ്യുന്നു, അത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരും. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചിന്ത വരണം.